ഐഫോൺ കയ്യിലുണ്ടായിട്ടും പല ആളുകളും അറിയാത്ത ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞുതരാം. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ഫോണിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എന്താണ് ഈ ഒരു ഫീച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നോർമൽ രീതിയിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു കോള് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലായിരിക്കും സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒരു നെയിം വരുന്ന രീതിയിൽ മാത്രമായിരിക്കും സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ചില ആളുകൾ അതിലേക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഓട്ടോമാറ്റിക്കലി അവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരും. എന്നിരുന്നാൽ കൂടെ നമുക്ക് കസ്റ്റമായിട്ട് ഇതിലേക്ക് മെമ്മോജി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫ്രണ്ട്സ് ഒരു ഹെയർ കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കസ്റ്റം ഹെയർ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്തരത്തിലുള്ളൊരു മെമ്മോജികൾ എങ്ങനെ നമ്മുടെ കോൺടാക്റ്റിലേക്ക് നമ്മുടെ ഫോണിലേക്ക് സെറ്റപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് നേരെ നിങ്ങളുടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ആരുടെ നമ്പറിലാണോ നിങ്ങൾക്ക് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത് അവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ എടുക്കുക. കോൺടാക്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ താഴത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കോൺടാക്ട് ഫോട്ടോ ആൻഡ് പോസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെമ്മോജി എന്നുള്ളൊരു ഓപ്ഷൻ. ജസ്റ്റ് ഈ ഒരു മെമ്മോജിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിരവധി ഇമോജീസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. കസ്റ്റം ഇമോജി കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. ജസ്റ്റ് ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റം ചെയ്യാൻ പറ്റുന്ന മെമ്മോജികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫേസ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്കിൻ കളർ ഏത് വേണം, ഹെയർ സ്റ്റൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഐബ്രോസ്, ലിപ്സ്, അതുപോലെ തന്നെ ഡ്രസ്സും അടക്കം എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ചൂസ് ചെയ്യാം. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ക്രിയേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഡൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മെമ്മോജി കാര്യങ്ങളൊക്കെ സേവ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു കോൺടാക്ട് നമ്പറിൽ സെറ്റപ്പ് ആവുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ളവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള മെമ്മോജി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കോൺടാക്റ്റിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.